എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ശർക്കര വരട്ടിയുടെ റെസിപ്പി ആയിട്ടാണ്. ഓണസദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഐറ്റമാണ് ശർക്കര വരട്ടി. അപ്പോൾ ശർക്കര വരട്ടിയൊക്കെ ഇപ്പോൾ കടകളിൽ നിന്നാണ് മിക്കരും വാങ്ങാറ്. എന്നാൽ ഇത് കിട്ടാത്ത ചില ആൾക്കാരുണ്ട്. പുറത്തൊക്കെ താമസിക്കുന്നവർക്ക് ഇത് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. അതുപോലെ തന്നെ കടയിൽ നിന്നും വാങ്ങാതെ നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാട്ടിലും ടേസ്റ്റുമാണ്. ശർക്കര വരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 4 ഏത്തക്കായയാണ് എടുത്തിട്ടുള്ളത്. ഇത് പച്ച കായാണ്. ഇത് തൊലി കളഞ്ഞതിന് ശേഷം മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കറയൊക്കെ മാറിക്കിട്ടും. പിന്നെ വേണ്ടത് ശർക്കര പാനിയാണ്. ഇവിടെ ഞാനൊരു 1/4 കപ്പ് ശർക്കരയുടെ പാനി എടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് ഉരുക്കിയിട്ട് അരിച്ചെടുത്തിട്ടുള്ളതാണത്. പിന്നെ വേണ്ടത് ഏലക്കപ്പൊടി, ചുക്കുപൊടി, ജീരകപ്പൊടി. ഇതൊരു 1/4 കപ്പ് വറുത്ത അരിപ്പൊടിയാണ്. ഏറ്റവും അവസാനമായിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി വേണം. ഇനി നമുക്ക് ഈ കായ എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് നോക്കാം. ഒരു കായ എടുത്തിട്ട് ഇതുപോലെ 2ആയിട്ട് മുറിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ ശർക്കര വരട്ടിയുടെ ഷേപ്പിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ എല്ലാം കട്ട് ചെയ്തെടുക്കുക. ഞാനിവിടെ 3 കായിലാണ് ശർക്കര വരട്ടി ചെയ്യുന്നത്. ബാക്കി 1 കാ ഉപ്പേരി ഉണ്ടാക്കാനാണ് എടുത്തത്. അപ്പോൾ ഉപ്പേരിക്ക് വേണ്ട ഷേപ്പിൽ നിങ്ങൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ മുഴുവനും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര വരട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഇപ്പം ഞാൻ വെള്ളത്തിലാണ് ഇട്ട് വെച്ചിരുന്നത്. വെള്ളം ഒന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഊറ്റാൻ വേണ്ടി മാറ്റി വെക്കുക. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ അടികട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ശർക്കര വരട്ടി ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് വെളിച്ചെണ്ണയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന കായ ഇട്ട് കൊടുക്കുക. ഇത് മീഡിയം ഹൈ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇത് കുറച്ച് സമയം എടുത്ത് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. നല്ല ക്രിസ്പി ആയിട്ട് നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കണം. എങ്കിൽ മാത്രമേ നല്ല ക്രിസ്പി ആയിട്ട് നമ്മുടെ ശർക്കര വരട്ടി ഇരിക്കുകയുള്ളൂ. സോഫ്റ്റായി പോവുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ തണുത്തിട്ട് അത് ചീത്തയായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് ടൈം എടുത്തിട്ട് വേണം ഇത് വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഒരു 75% ഇത് ഫ്രൈ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീ നന്നായിട്ട് കൂട്ടി വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളിത് ഫ്രൈ ആയി കഴിയുമ്പോഴത്തേക്ക് ഒരു സൗണ്ട് വരും നമ്മളിത് സ്പൂണിലെടുക്കുമ്പോൾ. അപ്പോൾ ആ സൗണ്ടാണ് കറക്റ്റ് പരുവം. അതുപോലെ തന്നെ നിങ്ങളൊരു കായ എടുത്തിട്ടൊന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ അത് നല്ല ഹാർഡായിട്ടിരിക്കണം. എന്നാൽ മാത്രമേ ഇത് കറക്റ്റ് പരുവത്തിലായെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിത് എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ കളറിൽ ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്ക് തണുക്കാനായിട്ട് വെക്കണം. അപ്പോൾ ഇതെല്ലാം നല്ല പരുവത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നല്ല ഹാർഡായിട്ടാണ് ഇരിക്കുക. നിങ്ങളിങ്ങനെ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ ഇത് ഹാർഡായിട്ടിരിക്കണം. അതാണ് അതിൻ്റെ പരുവം. ഇനി ഇതും നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ശർക്കര ഒന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ ഓൾറെഡി എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര പാനി ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് എടുത്തിട്ടുള്ളത്. അടി കട്ടിയുള്ളൊരു പാൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിനി ഒന്ന് ഇളക്കി കൊടുക്കുക. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാനായിട്ട്. ഇപ്പോൾ നമ്മുടെ ശർക്കര പാനി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു നൂൽ പരുവാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടിയിൽ പകുതി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ജീരകപ്പൊടിയുടെ പകുതി ചേർത്ത് കൊടുത്തു, ചുക്കുപൊടി പകുതി ചേർത്തു, ഏലക്കപ്പൊടിയും പകുതി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും വരുന്ന രീതിയിൽ ഇളക്കി കൊടുക്കുക.
ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കായ ചേർത്ത് കൊടുക്കുകയാണ്. അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഈ സമയം നിങ്ങൾ തീ ഓഫാക്കുക. അതിനുശേഷം വേണം നമ്മളിങ്ങനെ ഇളക്കാനായിട്ട്. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഈ ശർക്കര പാനി എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ചൂടോടെ തന്നെ നിങ്ങളിത് ഇളക്കാനായിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കട്ടിയായി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന 1/4 കപ്പ് വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അരിപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ഇത് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള പൊടികൾ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും കൂടുതൽ എടുത്തിരിക്കുന്നത് ചുക്കുപൊടിയാണ്. ചുക്കുപൊടി 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചുക്കുപൊടിയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ നന്നായിട്ടിത് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തുകൊണ്ട് ഇരിക്കുക, അല്ലെങ്കിൽ ഇതെല്ലാം കൂടി കട്ടിയായി പോവും. അപ്പോൾ നമ്മൾ അരിപ്പൊടി ചേർത്തിരിക്കുന്ന കാരണം ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും എല്ലാം ഒന്നും തൊടാതെ കിടക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ കൈ കൊണ്ടൊന്നിങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ശർക്കരയുടെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ കുറച്ചിട്ട് എടുക്കാവുന്നതാണ്. ഇതിപ്പോൾ നന്നായിട്ട് ശർക്കരയൊക്കെ കോട്ടായി നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ശർക്കര വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക. അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റൊക്കെ ഉണ്ടാവുക. അപ്പോൾ എല്ലാം തണുത്ത് നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ശർക്കര വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ ചുക്കിൻ്റെയൊക്കെ ടേസ്റ്റ് കാരണം വളരെ നല്ലൊരു ടേസ്റ്റാണ് ശർക്കര വരട്ടി. അപ്പോൾ വളരെ ഈസിയാണ് ചെയ്യാൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ശർക്കര വരട്ടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തോളൂ. ഞാനിതുവരെ അപ്ലോഡ് ചെയ്ത ഓണത്തിൻ്റെ റെസിപ്പീസ് നിങ്ങൾ മറക്കാതെ കാണുക. പുതിയൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സദ്യയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതുകൂടി കണ്ടോളൂ. അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് നാളെ വരാം. താങ്ക് യു.